Hello friends, my name is Shiraz. We are from Kannur. Welcome to Thalluvendi Vlogs. അപ്പോൾ നമ്മൾ KVR ഡ്രീംസ് കണ്ണൂരിനും ടാറ്റ മോട്ടോഴ്സിനും വക്കീൽ നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. റീപ്ലേസ് ദ വെഹിക്കിൾ ഓർ കോമ്പൻസേഷൻ. KVR ഡ്രീംസിൽ നിന്ന് കിട്ടിയ റീപ്ലൈ എന്തെന്നാൽ 20 കിലോമീറ്റേഴ്സ് സ്പീഡിൽ താഴെ സെക്കൻഡ് ഗിയറിൽ ഓടിക്കുന്നത് കൊണ്ടാണ് ബ്രേക്ക് ഡൗൺ ആകുന്നത്. മാത്രമല്ല ഡ്രൈവിംഗ് സ്റ്റൈലും കുറ്റം പറയുന്നുണ്ട്. സ്വാഭാവികം. ഇതാണ് നമ്മൾ വക്കീൽ നോട്ടീസിൻ്റെ പകർപ്പ് KVR ഡ്രീംസിനും നമ്മൾ ടാറ്റയ്ക്കും അയച്ചത്. ഇത് KVR ഡ്രീംസിൽ നിന്ന് റീപ്ലൈ വന്നതാണ്. ഇതിൽ പറഞ്ഞതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഈ തള്ളുവണ്ടി 20 കിലോമീറ്റേഴ്സിന് സ്പീഡിൽ താഴെ സെക്കൻഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ അത് കുത്തി ഓഫാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഡ്രൈവിംഗ് സ്റ്റൈലാണ്. ഇപ്പം എനിക്ക് ലൈസൻസ് 2017 ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആക്കിയത്. അത് മാത്രമല്ല എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് മാനുവലാണ്. എനിക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക്? അപ്പം നമ്മൾ ലീഗൽ നോട്ടീസ് അയച്ചതിന് ശേഷം ടാറ്റയിൽ നിന്ന് ഏരിയ മാനേജർ എന്നെ വിളിച്ച് സെയിം കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റൊന്നും കൂടി പറഞ്ഞു, ഈ ഇഷ്യൂ അവർ സോൾവ് ചെയ്യുന്നത് മോഡിഫൈഡ് ക്ലച്ച് പ്ലേറ്റ് മാറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നേരത്തെയുള്ള പ്രശ്നം തന്നെയാണ്. അവർ പറയുന്നത് ഒരു സേഫ്റ്റി എക്സ്പെർട്സ് ആണ് ക്ലച്ച് ഹീറ്റ് ആകുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്നത്. ഇപ്പോൾ മോഡിഫൈഡ് ക്ലച്ച് മാറ്റിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം സേഫ്റ്റി മെഷേഴ്സ് എന്ന സാധനം വേണ്ട. ഒരു ലോജിക്കൽ തിങ്സും ഇല്ലാത്ത ഒരു തള്ളുവണ്ടി എന്നതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. മറീന കോട്ടയത്ത് ടാറ്റ പഞ്ച് വാങ്ങിയിട്ട് പാവം പെട്ടുപോയി. ഗോവിന്ദ. ടാറ്റ മോട്ടോഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഒരു വട്ടം കൂടി വണ്ടി വിട്ടു തരണം ഫോർ ഇൻസ്പെക്ഷൻ. യാതൊരു ഗ്യാരണ്ടി തരുന്നില്ല അവർ. ആ ഏരിയ മാനേജർ പറയുന്നത് ഇത് മെഷീനാണ്. ഇത് എനിക്കറിയാത്ത കാര്യമാണ്, ഇത് മെഷീൻ എന്നുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ ഏരിയ മാനേജർ. ഐ ക്യാൻ റിലീസ് ദ വെഹിക്കിൾ ഫോർ ഇൻസ്പെക്ഷൻ, ബട്ട് ഒരു റിട്ടേൺ കൺഫർമേഷൻ തന്നാൽ വണ്ടി വിട്ടുതരാം. അതായത് വീണ്ടും സെയിം പ്രോബ്ലം ഉണ്ടായാൽ റീപ്ലേസ്മെന്റ് ഓർ കോമ്പൻസേഷൻ. ഇതിൽ അഗ്രി ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഞാൻ വണ്ടി വിട്ടുതരാം. കാരണം 3 വർഷമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. യാതൊരു വിശ്വാസവുമില്ല. അവർക്ക് ഈ കാര്യം ഡ്രാഗ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകാനാണ് അവരുടെ ആഗ്രഹം. അതാണ് കാര്യം. പിന്നെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, റീപ്ലേസ്മെൻറ്റിന് യാതൊരു ഗൈഡ് ലൈൻസും അവർക്കില്ല എന്നാണ്. അതായത് എന്ത് ഡിഫക്റ്റ് വന്നാലും, എന്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നാലും ആ വണ്ടി റീപ്ലേസ് ചെയ്യില്ല. മാത്രമല്ല അതിന് യാതൊരു ഗൈഡ് ലൈൻസും അവർക്കില്ല എന്നാണ് അവർ പറയുന്നത്. ആ തള്ളുവണ്ടിയുമായി ജീവിതകാലം മുഴുവൻ സഹിച്ചും പുറത്തും ജീവിക്കുക എന്നതാണ്. അപ്പോൾ ടാറ്റ വെഹിക്കിൾ എല്ലാവരും വാങ്ങുമ്പോൾ അതുകൂടി ഓർത്താൻ നന്ന്. എനിവേ, തീരുമാനം ലീഗലി തന്നെ മൂവ് ചെയ്യാനാണ്. തള്ളുവണ്ടിയുടെ നെക്സ്റ്റ് അപ്ഡേറ്റിനായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ടാറ്റയോട് ടാറ്റ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കും പറയാം.